ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. 2-3 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് പുകയുന്ന ഒരു കാര്യമാണ് മെഗാസ്റ്റാർ വിവാദം. അതായത് ചിരഞ്ജീവി, മമ്മൂട്ടി ഇവർ രണ്ടുപേരാണ് നമ്മൾ ഇന്ത്യയിൽ മെഗാസ്റ്റാർ എന്നറിയപ്പെടുന്നത്. ഒരുപക്ഷെ ലോകത്ത് മെഗാസ്റ്റാർ എന്ന് നമ്മൾ അറിയപ്പെടുന്നത് ഇവർ രണ്ടുപേരുമാണ്. നമുക്കാർക്കും അതിനകത്തിൽ തർക്കങ്ങളോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങളോ ഇല്ല. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പുതുതായി വരുന്ന ഒരു ചർച്ചാ വിഷയം അല്ലെങ്കിൽ അതിനകത്തിൽ വരുന്ന റൂമറാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ചിരഞ്ജീവി ഈ ഒരു ടൈറ്റിലിന് ക്ലെയിം ചെയ്യുന്നു അത് കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം എന്നുള്ള, അതായത് ഭാവിയിൽ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് വേറെ ആരും ഈ ഒരു ടൈറ്റിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അതിനകത്തിൽ എത്രത്തോളം സത്യമുണ്ട് എന്നറിയില്ല. എന്താണെങ്കിലും സോഷ്യൽ മീഡിയയിൽ കത്തിയിട്ടില്ല, നന്നായി പുകയുന്നുണ്ട് ഈ ഒരു കാര്യം. എടുത്തു പറയുന്നത് മമ്മൂട്ടി വിരാതികൾ തന്നെയാണ്, വേറെ ഒന്നുമല്ല. മമ്മൂട്ടി ഇനിയും വെറും മമ്മൂട്ടിയാണ്, വെറും മെഗാസ്റ്റാർ അല്ല എന്നുള്ള ലെവലിൽ. അതായത് മമ്മൂട്ടിയെ മെഗാസ്റ്റാറായി കാണാൻ അവർക്ക് താല്പര്യമില്ല. പക്ഷേ ഒരു കാര്യം എടുത്തു പറയാം, മെഗാസ്റ്റാർ, സൂപ്പർ സ്റ്റാർ അങ്ങനെയൊക്കെയുള്ള ടൈറ്റിലുകൾ വരുന്നത് അവർ ഇടുന്നതൊന്നുമല്ല, അല്ലെങ്കിൽ ജനിച്ചപ്പോൾ മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പേരിട്ടിട്ടല്ല വന്നത്. അവർ ചെയ്തു വെച്ചിരിക്കുന്ന വർക്കുകൾ കണ്ടിട്ട് ജനങ്ങൾ നൽകിയതാണ്. ആദ്യമായി മമ്മൂട്ടിക്ക് മെഗാസ്റ്റാർ എന്നുള്ള ഒരു വിളിപ്പേര് ഗൾഫിൽ നിന്നാണ് കിട്ടുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള പല പ്രേക്ഷകരുടെയും കമൻസിലൂടെ. ഇതിന് മുമ്പൊരു വീഡിയോ നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു, നല്ല റെസ്പോൺസ് ആയിരുന്നു. അതിലുള്ള പലരും പറഞ്ഞ് ഉള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പല സിനിമയിലുള്ള യൂട്യൂബ് ചാനലുകളിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. ഒരു അഭിമുഖത്തിൽ മമ്മൂട്ടി ആദ്യമായിട്ട് സൂപ്പർ താരം അല്ലെങ്കിൽ മെഗാസ്റ്റാർ എന്ന് വിളിക്കുന്നത് ഗൾഫിലെ ഒരു പ്രോഗ്രാമിനിടയിൽ വെച്ചായിരുന്നു എന്നൊക്കെയുള്ള വാർത്ത. അതിൻ്റെ യാഥാർത്ഥ്യം ഇനിയും നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും 1980കളുടെ അവസാനമാണ് മമ്മൂട്ടി മെഗാസ്റ്റാർ ആയത്. അദ്ദേഹം ഇട്ട ടൈറ്റിലല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം പറയുക തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ടൈറ്റിലുകളൊന്നും താല്പര്യമില്ല. ഏകദേശം 90കളിലെ ഒരു അഭിമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സൂപ്പർ താരം, മെഗാതാരം എന്നൊന്നും അറിയാൻ താല്പര്യമില്ല, നല്ല ഒരു നടൻ എന്നറിയാനാണ്. അതുതന്നെയാണ് ഇപ്പോൾ അന്ന് പറഞ്ഞ വാക്കുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് മമ്മൂട്ടി എന്നാൽ മികച്ച നടനാണ് നമുക്ക് എന്നുള്ളതാണ്. ആദ്യം ഒക്കെ എങ്ങനെയായിരുന്നു, അതിൽ നിന്ന് എത്രയോ മാറി മാറി ഓരോ താരങ്ങളും വന്ന കാലങ്ങളിൽ എങ്ങനെയായിരുന്നു, അതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി ഇന്ന് പൂർണ്ണമായും ഒരു നടൻ എന്നുള്ള ലെവലിൽ നിൽക്കുന്നത് മമ്മൂട്ടി തന്നെയാണ് എന്നുള്ളത്. ബാക്കിയുള്ളവരിൽ പലർക്കും അഭിനയം മറക്കുന്ന സീനിയർ താരങ്ങളെ നമുക്ക് കാണുമ്പോൾ ഇന്ന് അഭിനയം മാത്രം മോഹിച്ച് നടക്കുന്ന മമ്മൂട്ടിയെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കാതെ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അഭിനയം ഇഷ്ടപ്പെടുന്ന, സിനിമയെ ഇഷ്ടപ്പെടുന്ന ഓരോ പ്രേക്ഷകൻ്റെയും മനസ്സിൽ അതുണ്ടാവാം. ഫാൻ ബേസ് മാറ്റി വെച്ചാൽ തീർച്ചയായും ഓരോരുത്തരും അംഗീകരിക്കുന്ന കാര്യവും അതുതന്നെയാണ്. ഇനി മെഗാസ്റ്റാർ വിപ്ലവത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിൽ രണ്ടുപേരാണ്, ഒന്ന് ചീരുവും ഒന്ന് മമ്മൂക്കയും ആണ് എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും അതിഗംഭീരമാണ് എന്ന് തന്നെ പറയാം. തെലുങ്കിൽ ഈ പറഞ്ഞ പോലെ മെഗാസ്റ്റാർ ചീരുവിൻ്റെ കാര്യം നമുക്ക് പറയുകയാണെങ്കിൽ അന്ന് അല്ലെങ്കിൽ 90കളുടെ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ തന്നെ മെഗാതാരം എന്ന് തന്നെ പറയാം. അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു. പല നടന്മാരും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഡാൻസ് കാണുമ്പോൾ അമ്മാതിരി ഒരു സംഭവം തന്നെയായിരുന്നു. ആ സിനിമയിൽ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന നമ്മുടെ തട്ടത്തിൻ മറയത്തിൽ പറഞ്ഞ പോലെ തന്നെ വേറെ ആരെയും ശ്രദ്ധിക്കില്ല, അദ്ദേഹത്തിൻ്റെ ഡാൻസായിരുന്നു. അതേപോലെ തന്നെയായിരുന്നു. പിന്നീട് നമുക്ക് അദ്ദേഹത്തിൻ്റെ നിറം മങ്ങുന്ന കാര്യങ്ങൾ കണ്ടു. വേറെ ഒന്നും കൊണ്ടല്ല, ഏജ് തന്നെ ആയിരിക്കാം ഒരു പ്രശ്നം. അതായത് പിന്നീട് അദ്ദേഹത്തിൻ്റെ സിനിമകളൊന്നും നമുക്ക് അത്ര വലിയ ഗംഭീരമായിട്ട് തോന്നിയില്ല. ഒരു കാലഘട്ടത്തിൽ നമ്മൾ പോലും കണ്ണ് തള്ളിയിരുന്നു, അല്ലെങ്കിൽ വല്ലപ്പോഴുമൊക്കെ കാണുന്ന തെലുങ്ക് സിനിമകളിൽ അത്ര ഞെട്ടിക്കുന്ന പ്രകടനമായിരുന്നു ചിരഞ്ജീവിയുടേത് എന്നുള്ളതാണ്. പക്ഷേ മമ്മൂട്ടി എന്ന നടൻ്റെ വ്യത്യാസവും അതുതന്നെയാണ്. ആദ്യമൊക്കെയുള്ള മമ്മൂട്ടിയിൽ നിന്ന് മാറി മാറി ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്തു പോരുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തുടക്കത്തിൽ മമ്മൂട്ടി എന്തായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എത്ര വലിയ ഫാനാണെങ്കിലും നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിന് അത്ര മികമുറ്റായിരുന്നില്ല. പക്ഷേ പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞു അതിൽ നിന്ന് മാറി മാറി. കാരണം അദ്ദേഹം ഒരു ഇൻബോൺ ആക്ടറൊന്നുമല്ല എന്നുള്ളത് എടുത്തറിയാം. സാധാരണ നമ്മളെപ്പോലെയുള്ള ഒരു വ്യക്തി അഭിനയ മോഹവുമായിട്ട് വന്ന് പിന്നീട് 80കളിലേക്ക് കയറിയപ്പോൾ അദ്ദേഹം മികച്ച നടനായി മാറുകയും, അതായത് അഭിനയം തുടങ്ങി 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 4 വർഷം കഴിയുമ്പോഴത്തേക്ക് ആദ്യ സംസ്ഥാന അവാർഡ് മേടിക്കുന്ന നടനായി മാറി. പിന്നീട് അവിടുന്ന് 3 ദേശീയ അവാർഡ് നേടി. അങ്ങനെ മുന്നോട്ട് പോകുന്ന മമ്മൂട്ടി ഇന്ന് 73-ാം വയസ്സിൽ നിൽക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇന്ന് അദ്ദേഹം ചെയ്യുന്ന ഓരോ കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ പ്രായത്തിലോ അദ്ദേഹത്തിനേക്കാൾ ചെറുപ്പമുള്ളതോ അതിനേക്കാൾ മുകളിലുള്ളോ, അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു നടനും ചെയ്യാൻ കഴിയില്ലാത്ത വേഷങ്ങളാണ് എന്നുള്ളത്. അതുതന്നെയാണ് ഇന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. ഇന്ന് മാത്രമല്ല, മുന്നും അതുതന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള. ഓരോ കഥാപാത്രവും കഥാപാത്രമായി മാറുകയാണ്, അല്ലാതെ മമ്മൂട്ടിയെ കഥാപാത്രത്തിലേക്ക് ആവാഹിക്കുന്ന കാര്യങ്ങളൊന്നും മമ്മൂട്ടിക്കില്ല. അങ്ങനെയുള്ള പല നടന്മാരും നമുക്ക് ചുറ്റുമുണ്ടാകാം. പക്ഷേ ഒരു കഥാപാത്രമായി മാറുന്ന നടനായിട്ടാണ് നമുക്ക് മമ്മൂട്ടിയെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അല്ലാത്ത സിനിമകളിൽ മമ്മൂട്ടിയായിട്ട് തന്നെ അല്ലെങ്കിൽ മമ്മൂട്ടിയെ ബാക്കിയുള്ള നടന്മാരെ പോലെ ആ ക്യാരക്ടറിൽ മമ്മൂട്ടിയെ നമ്മൾ കാണാറുമുണ്ട്. അതൊക്കെ ഉറപ്പുള്ളതാണ്. പക്ഷേ നമ്മൾ പറയുന്ന വലിയ നടന്മാരിൽ പോലും അവരെ മാത്രമാണ് പല 99% സിനിമകളിൽ കാണുമ്പോൾ ഇതേപോലെ 10-15% സിനിമകളിൽ മാത്രമാണ് നമുക്ക് മമ്മൂട്ടിയെ കാണാൻ കഴിയുന്നത്. അല്ലാതെ അഭിനയ
പ്രാധാന്യമുള്ള സിനിമകളിലൊന്നും തന്നെ മമ്മൂട്ടിയെ കാണാനില്ല, അതിലെ കഥാപാത്രത്തെ തന്നെ. അതിപ്പോൾ തമിഴിനാണേലും തെലുങ്കിനാണേലും പിച്ചക്കാരനാണേലും പണക്കാരനാണേലും അതല്ല ഒരു ആരാണെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നത് അത് അതിലെ കഥാപാത്രത്തെ മാത്രമാണ്. എന്താണേലും ഇവിടെ മെഗാസ്റ്റാർ എന്നുള്ള ആ വിളിപ്പേരിന് ഏറ്റവും അനുയോജ്യൻ ആരാന്ന് ചോദിച്ചാൽ ഇവർ 2 പേരുമാണെന്ന് തന്നെയാണ്. കാരണം 90കളിൽ അങ്ങനെ തന്നെയായിരുന്നു ചിരഞ്ജീവി എങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ നിറം മങ്ങിയെന്നേ ഉള്ളൂ. ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെ ഇന്നും അദ്ദേഹത്തിനെ നമ്മൾ മെഗാസ്റ്റാർ എന്ന് തന്നെ വിളിക്കുന്നു. പക്ഷേ പൂർണ്ണമായിട്ടും നമുക്ക് പറയാനുള്ളത് മമ്മൂട്ടി എന്നാണ്. മെഗാസ്റ്റാർ എന്നുള്ളത് അതേപോലെ തന്നെ മെഗാ തിളക്കവുമായിട്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിനെ സുപ്രീം സ്റ്റാർ എന്ന് വേണമെങ്കിലും വിളിക്കാം, അല്ലെങ്കിൽ മെഗാസ്റ്റാർ എന്നും ഒക്കെ വിളിക്കാം. കാരണം അതൊക്കെ ടൈറ്റിലുകൾ മാത്രമാണ്. ഇനിയും വരുന്ന കാര്യങ്ങൾ വേറെ ഒന്നുമല്ല. ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കോപ്പിറൈറ്റോ അല്ലെങ്കിൽ പേറ്റൻറ്റോ ഒക്കെ എടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈറ്റിലിന് എടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്താണേലും ഒരു പക്ഷേ എടുക്കാൻ കഴിയുമായിരിക്കാം. നമ്മൾ പല കമ്പനികൾക്കും ലോഗോയും ഒക്കെ എടുക്കുന്ന പോലെ അതിൻ്റെ പേരുകൾ എടുക്കുന്ന പോലെ മെഗാസ്റ്റാർ എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം, ജനിച്ചപ്പോൾ ആരും മെഗാസ്റ്റാർ എന്നിട്ടല്ല വന്നത്, ജനങ്ങൾ നൽകിയതാണ്. ആ ജനങ്ങൾ നൽകിയ പേരിന് എടുക്കാൻ കഴിയുമോ എന്നുള്ളത് അറിയില്ല. ഒരുപക്ഷെ അദ്ദേഹം, അതായത് ചിരഞ്ജീവി ഇതിന് മുതിർന്നിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല. പക്ഷേ സോഷ്യൽ മീഡിയ ഇതിനെ പുകയ്ക്കാൻ തുടങ്ങിയിട്ട് ആളി കത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്താണേലും ഒരു കാര്യം പറയാം, മെഗാസ്റ്റാർ എന്ന പേര് എഴുതി കാണിച്ചാലും ഇല്ലെങ്കിലും മലയാളികളുടെ മനസ്സിൽ, ഇന്ത്യൻ ജനതയുടെ മുന്നിൽ ഇന്ന് മമ്മൂട്ടി ചർച്ചാ വിഷയം തന്നെയാണ്. അത് മെഗാസ്റ്റാർ എന്നുള്ള പേരിൻ്റെ ചർച്ചയല്ല, മികച്ച രീതിയിലുള്ള സെലക്ഷൻ പ്രോസസ്സിലൂടെ തന്നെയാണ്. ഇന്ന് ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ഒട്ടുമിക്ക സംവിധായകരും നടന്മാരും അഭിനയം മോഹിക്കുന്നവരും അഭിനയം നിർത്തിയ നടന്മാരുമൊക്കെ ചർച്ച ചെയ്യുന്നത് മമ്മൂട്ടിയെക്കുറിച്ച് തന്നെയാണ്. കാരണം മമ്മൂട്ടിയുടെ സെലക്ഷൻ തന്നെയാണ്. ഓരോ കഥാപാത്രത്തെയും സെലക്ട് ചെയ്യുന്നു, ഒന്നിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്ന ചിത്രങ്ങൾ. പോലീസ് ക്യാരക്ടർ ആണെങ്കിൽ പോലും ഏറെ വ്യത്യസ്തത പുലർത്തുന്നു എന്നുള്ളതാണ്. അതായത് ഒരുപക്ഷെ മമ്മൂട്ടിക്ക് ഇന്ന് IG പദവി വല്ലതും നൽകേണ്ടതാണ് എന്നുള്ളതാണ്. ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പോലീസിൻ്റെ പരമോന്നതമായിട്ടുള്ള ഏതാണ് ബഹുമതി അത് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ പലപ്പോഴായി നമ്മൾ കാണാനും കഴിയുന്നത്. എന്താണേലും ഇവിടെ നമ്മൾ കാത്തിരിക്കുകയാണ്. ആ കാര്യങ്ങളൊന്നുമല്ല, മമ്മൂട്ടി എന്ന മെഗാസ്റ്റാർ അല്ല, മെഗാ ആക്ടർ ആണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. കാരണം ഒരു താരത്തെക്കാൾ ഉപരി നമ്മുടെ ഉള്ളിൽ അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച അഭിനേതാവ് എന്നുള്ള. ബാക്കി ആരും മോശക്കാരാണെന്നല്ല പറയുന്നത്. പക്ഷേ ഇന്ന് മമ്മൂട്ടി ചെയ്യുന്ന രീതിയിലുള്ള വേഷങ്ങൾ ആരും ചെയ്യുന്നില്ല. ഇവരൊക്കെ ഒരു കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഇന്ന് മമ്മൂട്ടി ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഓരോ ദിവസവും മമ്മൂട്ടി ഇമ്പ്രൂവ് ചെയ്തു പോകുന്ന പോലെ വേറെ ഒരു നടനെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത് യൂത്ത് ആണെങ്കിലും ഏജ്ഡ് ആണെങ്കിലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ, ഒരിക്കലും നമ്മളത് പറയാൻ പാടില്ലെങ്കിൽ പോലും എടുത്തു പറയാനുള്ളത് അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹത്തിൻ്റെ പ്രായത്തിൽ കവിഞ്ഞ ആളുകളുമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എടുത്തു പറയാം, ഇന്നും എന്നും അദ്ദേഹം ചെയ്യുന്ന വ്യത്യസ്തത തന്നെയാണ് അദ്ദേഹത്തെ മെഗാ താരത്തിനു മുകളിൽ മെഗാ ആക്ടറായിട്ട് മാറ്റുന്നത്. അതുതന്നെയാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായും കാണുന്നത്. ഇവിടെ ഭ്രമയുഗം ഇന്നലെ അല്ലെങ്കിൽ ചർച്ചാ വിഷയമായിരുന്നു. ഹൊറർ സിനിമകൾ എടുത്തു കഴിഞ്ഞപ്പോൾ വേൾഡ് വൈഡായിട്ട് എടുത്തപ്പോൾ അതിൽ സെക്കൻഡ് എത്തിയിരിക്കുന്നു എന്നുള്ളത്. അതും ഇന്ത്യയിൽ നിന്ന് ഒരേ ഒരു സിനിമ. അങ്ങനെ നോക്കുമ്പോൾ മമ്മൂട്ടിയുടെ പ്രകടനത്തെക്കുറിച്ച് ഇംഗ്ലീഷുകാർക്ക് പോലും എടുത്തു പറയുന്നുണ്ട്. അതായത് ഇവിടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാത്ത പോലെ ചിലർ മമ്മൂട്ടി വിരോധികൾ പറയുമ്പോഴും ഇതിന് പുറത്ത് മമ്മൂട്ടി എന്ന നടനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഒരുപാട് അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ അറിയുന്ന ഒരുപാട് വ്യക്തികളുണ്ട് സിനിമാ മേഖലയ്ക്ക് അകത്തും പുറത്തും, സാധാരണക്കാരുമൊക്കെ. പക്ഷേ ഫാൻ ഫൈറ്റിലൂടെ നമുക്ക് രസകരമായി ഇങ്ങനെ പറഞ്ഞു പോവുമെങ്കിലും എല്ലാവരുടെയും ഉള്ളിൽ ഉള്ള ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇന്ന് മമ്മൂട്ടി ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ വേഷങ്ങൾ കാണുമ്പോൾ തൻ്റെ ഇഷ്ടപ്പെട്ട താരവും അതേപോലെ ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കഴിയണം, അല്ലെങ്കിൽ അവർക്കൊക്കെ കഴിയണം എന്നാഗ്രഹിക്കുന്ന മലയാളികൾ മാത്രമല്ല തമിഴിനും തെലുങ്കിലും ഹിന്ദിക്കാരുമൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ അവർക്ക് മനോവേദന മാത്രമാണ് മമ്മൂട്ടിക്കെതിരെയുള്ള ഓരോ പരാമർശങ്ങളും. പക്ഷേ ഇതിൽ ആകെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് കാണാൻ കഴിയുന്ന കുറച്ച് പേര് ഇനി മമ്മൂട്ടി സാധാ മമ്മൂട്ടിയാണ്, അല്ലാതെ മെഗാസ്റ്റാർ മമ്മൂട്ടി അല്ല എന്നുള്ളത് പറയുന്നത്. പക്ഷേ ഒരു കാര്യം നമുക്ക് പറയാം, മെഗാ സ്റ്റാർ ആവാൻ വേണ്ടിയിട്ടല്ല, മെഗാ ആക്ടർ ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് മമ്മൂട്ടി ശ്രമിക്കുന്നത്. അത് തന്നെ കാണാനാണ് ഓരോ പ്രേക്ഷകനും ഇഷ്ടപ്പെടുന്നത്, ഫാൻസുകാരും അല്ലെങ്കിൽ എതിരാളികളുമൊക്കെ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയാണ്. നിങ്ങളുടെ ഉള്ളിൽ ആരാണ് യഥാർത്ഥ മെഗാസ്റ്റാർ? മമ്മൂട്ടി മെഗാസ്റ്റാർ ആണോ മെഗാ ആക്ടറാണോ എന്നുള്ളത് നിങ്ങൾക്ക് കമൻസിലൂടെ രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം, ഒപ്പം ലൈക്ക് ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുകൂടാതെ ഒരു കാര്യവും കൂടെ, നിങ്ങൾക്ക് ഈ മെഗാസ്റ്റാർ ടൈറ്റിൽ മമ്മൂട്ടി എന്ന നടന് എന്ന് ലഭിച്ചു, അല്ലെങ്കിൽ ചിരഞ്ജീവിക്ക് എന്ന് ലഭിച്ചു എന്നുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വരാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒരിക്കൽ കൂടെ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്ത് തരണം, ലൈക്ക് ചെയ്ത് തരണം, ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.